2025 ഒപ്പോയുടെ ആദ്യത്തെ ഫോണാണ് ഇത്. ഒപ്പോ റെനോ 13 സീരീസിലെ ഫോൺ. ഇതിപ്പോൾ ഒപ്പോ റെനോ 13 പ്രോ ആണ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഒരു സംഭവം ഇരിക്കുന്നു. അതിനകത്ത് മേ ബി കേസ് തന്നെ ആവണം. ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ, നമുക്കൊരു ഒരു ബ്ലാക്ക് കേസ് തന്നെയാണ് വരുന്നത്. പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫോണുണ്ട്, ചാർജറും ഉണ്ട്, കേബിളും ഉണ്ട്, സിം ഇജക്റ്റിംഗ് ടൂളും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ആക്ച്വലി ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഫോൺ റിലീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഫോൺ കമ്പനികൾ ഇപ്പോൾ കമ്പീറ്റ് ചെയ്യുന്നത് എന്തിലൊക്കെയാണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പോലെ ഏറ്റവും ലേറ്റസ്റ്റ് ചിപ്സെറ്റ് യൂസ് ചെയ്യുക, ഏറ്റവും കിടിലൻ ക്യാമറകൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതുകൂടാതെ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒപ്പോ റെനോ 13 പ്രോ 5G. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസൈൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ആക്ച്വലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മീൻസ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. വെയിറ്റ് ഏകദേശം ഒരു 198 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. കുറച്ചൊന്ന് ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി ഡിസൈൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് ഒരു സൈഡ് മൊത്തം പ്ലെയിൻ ആയിട്ട് കിടക്കുന്നു. മുകളിൽ നമുക്ക് സ്പീക്കേഴ്സ് വരുന്നുണ്ട്, IR ബ്ലാസ്റ്റർ ആണെന്ന് തോന്നുന്നു ഇവിടെ വരുന്നുണ്ട്, മൈക്രോഫോൺ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ വരുമ്പോഴത്തേക്ക് വോളിയം അപ്പ്, പവർ ബട്ടൺ വരുന്നുണ്ട്. താഴേക്ക് വരുമ്പോഴത്തേക്ക് സിം ട്രേ വരുന്നുണ്ട്, ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്, സ്പീക്കർ വരുന്നുണ്ട്, മൈക്രോഫോൺ വരുന്നുണ്ട്. സിം ട്രേ ആക്ച്വലി നമുക്ക് 2 നാനോ സിം ആണ് വരുന്നത്. ഈ സിം സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഡിസൈൻ വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് 3 മോഡ്യൂളിൻ്റെ ഒരു ക്യാമറ സിസ്റ്റം ആണ് വരുന്നത്. അതിനകത്ത് 2 മോഡ്യൂൾ വലുതായിട്ടും ഒരു മോഡ്യൂൾ ചെറുതായിട്ട് നിൽക്കുന്ന ഒരു ഫ്ലാഷും വരുന്നുണ്ട്. അലൂമിനിയം ഫ്രെയിമാണ്, ബാക്കിലും ഗ്ലാസ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് കുറച്ചുകൂടി വെയിറ്റ് കൂടി നിൽക്കുന്നത്. പിന്നെ 5800 mAh ഒരു ബാറ്ററിയും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അത്യാവശ്യം സ്ലിം ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഡിസൈൻ റേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 4 out of 5 വേണമെങ്കിൽ റേറ്റിംഗിന് കൊടുക്കാവുന്നുള്ളൂ. വെയിറ്റ് കുറച്ചുകൂടെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ നേരെ നമുക്ക് ഇനി ചിപ്സെറ്റിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഡിമെൻസിറ്റിയുടെ 8350 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഏകദേശം ഒരു 13 lakh പ്ലസ് ആണ് ആൻഡ്രോയിഡ് സ്കോർ ഒക്കെ കാണിക്കുന്നത്. പെർഫോമൻസ് ബെഞ്ച് മാർക്കൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം 4K വീഡിയോ എഡിറ്റ് ചെയ്യാനും നല്ല രീതിയിൽ ഗെയിം ഒക്കെ കളിക്കാനും പറ്റുന്ന ഒരു ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചിപ്സെറ്റിന്റെ കാര്യത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3.5 out of 5 ഇത് റേറ്റ് ചെയ്യാം. 3 നാനോമീറ്റർ ചിപ്സെറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായാണ്. നെക്സ്റ്റ് നമുക്കിനി സ്ക്രീനിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് കോഡ് കർവായിട്ടുള്ള 4 സൈഡിലും ചെറിയ കർവായിട്ട് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെഡ്സിന്റെ 6.8 ഇഞ്ച് ഒരു സ്ക്രീനാണ് ഇതിൽ വരുന്നത്. ഡൈനാമിക് റിഫ്രഷ് റേറ്റ് ആണ് 1200 ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ബെസൽസ് ഒക്കെ വളരെ തിന്നായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് അങ്ങനെ വലിയൊരു കട്ടിയുള്ള ബെസലായിട്ടും തോന്നില്ല. സോ നമുക്ക് ഡിസ്പ്ലേക്ക് ഒരു 4.5 out of 5 റേറ്റ് ചെയ്യാം. ഇനി നേരെ നമുക്ക് മെമ്മറിയുടെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ 12 GB 16 GB റാം മോഡലാണ് വരുന്നത്. അതുപോലെ സ്റ്റോറേജ് വരുമ്പോഴത്തേക്ക് 256 മുതൽ 1 TB വരെയാണ് സ്റ്റോറേജ് വരുന്നത്. ഇതിന്റെ പല കോമ്പിനേഷനിൽ അവൈലബിൾ ആണ്. UFS 3.1 ആണ് സ്റ്റോറേജ്. കാർഡ് സ്ലോട്ട് വരുന്നില്ല. പിന്നെ 256 GB ആണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും ഒരു ബേസ് സ്റ്റോറേജ് ആയിട്ട് വരുന്നത്. ആക്ച്വലി അത് വളരെ നല്ലതാണ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ നമുക്ക് മെമ്മറി ഏകദേശം ഒരു 3.5 out of 5 റേറ്റ് ചെയ്യാം. UFS 4.0 ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇനി എന്താണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്? ക്യാമറയാണ് നോക്കാനുള്ളത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് 3 മോഡ്യൂളിന്റെ ഒരു ക്യാമറയാണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ 3x ഒപ്റ്റിക്കൽ സൂമുള്ള ഒരു ടെലിഫോട്ടോ ക്യാമറ, 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്, ഒരു ഫ്ലാഷും വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് 50 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും യൂസ് ചെയ്തിട്ട് നമുക്ക് 4K 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ള സംഭവമാണ് ഇതിന്റെ ബാറ്ററിയുടെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ 5800 mAh വലിയ കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിന്റെ ചാർജിംഗ് അഡാപ്റ്റർ നമുക്ക് ബോക്സിൽ വരുന്നുണ്ട്. 50 വാട്ട്സ് വയർലെസ് ചാർജിംഗ് വരുന്നുണ്ട്, 10 വാട്ട്സ് റിവേഴ്സ് ചാർജിംഗ് വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി കപ്പാസിറ്റിക്ക് നമുക്ക് എന്തായാലും 5 out of 5 തന്നെ റേറ്റിംഗ് കൊടുക്കാം. ക്യാമറയിലും എഡിറ്റിംഗിലൊക്കെ ഒരുപാട് AI ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഒപ്പോ ഈ ഫോണിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് ഒപ്പോ ഇതിന് എന്ത് പ്രൈസ് ഇടുന്നു എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. ഒരു 40K to 50K ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയന്റിന് ആ റേഞ്ചിന് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഒപ്പോ റെനോ 13 പ്രോ 5G.